ആം ആദ്മി പാർട്ടി നേതാവിന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുകയാണ്. ഗോവയുടെ ചുമതലയുള്ള ദീപക് സിംഗ്ലയുടെ ദില്ലിയിലെ വസതിയിലും വിവിധ സ്ഥലങ്ങളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ ദില്ലി ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനവും നമ്മൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നു. ആദ്യം നോബൽ മാരിക്കാരനിലേക്ക്. നോബൽ മാരിക്കാരൻ, ദീപക് സിംഗ്ല എന്ന് പറയുമ്പോൾ ഗോവയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ മണി ട്രെയിൽ കൃത്യമായും ഇഡിക്ക് അത് തറപ്പിച്ച് തന്നെ വ്യക്തമാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തുന്നുവെന്നല്ലേ സിംഗ്ലയുമായി ബന്ധമുള്ള ഇടങ്ങളിൽ കൂടി ഒരേ സമയം റെയ്ഡ് നടക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സുജയ, മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം 100 കോടി രൂപ ആം ആദ്മി പാർട്ടി സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് മേടിച്ചെന്നും ഇത് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നുള്ളതുമാണ്. ഈ ഗോവയുടെ ചുമതലയുള്ള നേതാവാണ് ഇദ്ദേഹം. അതോടൊപ്പം തന്നെ ദീപക് സിംഗ്ല, ഇദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടത്തുന്നത്. അതായത് ഈ പണം എവിടെ നിന്ന് വന്നു, അത് എങ്ങനെ ഉപയോഗിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് ഉണ്ട് എന്ന് ഇഡി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് സൗത്ത് ഗ്രൂപ്പ് 100 കോടി രൂപ കൊടുത്തു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിൻ്റെ വന്ന വഴി ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ ചിലവാക്കി, ആദ്യഘട്ടത്തിൽ ഇത് ചെന്നൈയിൽ നിന്ന് ദില്ലിയിലെത്തി പിന്നീട് ഗോവയിലേക്ക് കൊണ്ടുപോയി ചിലവാക്കി എന്നടക്കമുള്ള വാദങ്ങളായിരുന്നു ഇഡി ഉയർത്തിയത്. എന്താണെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരിശോധന നടക്കുന്നത്. ഇദ്ദേഹം, അതായത് ദീപക് സിംഗ്ല 2020 ആം ആദ്മി സ്ഥാനാർത്ഥിയെ മത്സരിച്ച നിയമസഭയിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. എന്താണെങ്കിലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വസതി പരിശോധിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയും എന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ പരിശോധന ആരംഭിച്ചത്. രാവിലെ ആരംഭിച്ച പരിശോധനയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് MLA-മാരുടെ ഉൾപ്പെടെ വസതികളിൽ ഇഡി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ഇഡിയുടെ പരിശോധന ആം ആദ്മിയുടെ കൂടുതൽ നേതാക്കളിലേക്ക് പോകും, അവരുടെ വസതികളിലേക്ക് ഉൾപ്പെടെ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ പണം, അതായത് സൗത്ത് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേടിച്ച പണം വിനിയോഗിച്ച് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഇഡിക്ക് അവതരിപ്പിക്കാൻ കഴിയുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദീപക് സിംഗ്ലയുടെ വസതിയിലേക്ക് ഇഡി സംഘം ഇന്ന് എത്തുകയും തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ പരിശോധന മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. സുജയ.